Hi all, welcome to once. നമ്മൾ ഇന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ മൊഡ്യൂൾ 1ലെ സ്ട്രക്ചർ ഓഫ് എ ജാവ പ്രോഗ്രാം ആൻഡ് ഊപ്സ് കൺസെപ്റ്റ് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പോണൻസ് ഓഫ് എ ബേസിക് ജാവ പ്രോഗ്രാം വിത്ത് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ജാവയ്ക്കകത്ത് പ്രോഗ്രാമിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സെപ്പറേറ്റ് ആയിട്ട് കമ്പോണൻസ് ചോദിക്കാം, വിത്ത് എക്സാമ്പിളും ചോദിക്കാം. അപ്പൊ എന്തൊക്കെ കമ്പോണൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡോക്യുമെന്റേഷൻ ഓർ കമന്റ് സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ കമന്റ് ചെയ്യില്ല, നമ്മൾ ജാവയ്ക്കകത്ത് കമന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് / ആണ്. സിംഗിൾ ലൈൻ കമന്റ് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ആ കമന്റ് സെക്ഷൻ ആണ് നമുക്ക് സജസ്റ്റഡ് ആണ്, നമുക്ക് എന്താ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് കമന്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മൾട്ടിപ്പിൾ കമന്റ്സ് ആണെങ്കിൽ നമ്മൾ /* ലാസ്റ്റ് സ്റ്റാർ ഇട്ടിട്ട് / ലൈൻ ഓഫ് കമന്റ്സ് ഉണ്ടോ അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് മൾട്ടി ലൈൻ കമാൻഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വന്ന പാക്കേജ് സ്റ്റേറ്റ്മെന്റ് ആണ്. പാക്കേജ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്, അപ്പൊ പാക്കേജ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്യില്ല, പാക്കേജസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും പാക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മൾക്ക് സ്വന്തമായിട്ട് ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും പാക്കേജസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. അതാണ് പാക്കേജ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാവയ്ക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കുറെ പാക്കേജസ് ഉണ്ട്, നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. അപ്പൊ യൂട്ടിലിനകത്ത് സ്കാനർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സ്കാനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി കീബോർഡിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ ജാവയ്ക്കകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള പാക്കേജസ് നമുക്ക് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ഓപ്ഷനിലാണ്, നമ്മുടെ പ്രോഗ്രാമിൽ ആ പാക്കേജിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഇന്റർഫേസ് ഡെഫിനിഷൻസ് ആണ്. ഇന്റർഫേസ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇന്റർഫേസസ് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ പാർട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും, അത് ഓപ്ഷനിലാണ്. പിന്നെ ക്ലാസ് ഡെഫിനിഷൻ ആണ്. ക്ലാസ്സിന് എന്തെങ്കിലും ഡെഫിനിഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ ക്ലാസ് മെത്തേഡ് ആണ്. അതാണ് ജാവയുടെ ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലാസ് മെത്തേഡ് എസെൻഷ്യൽ സെക്ഷൻ, ബിക്കോസ് ദ മെയിൻ മെത്തേഡ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി പ്രോഗ്രാം. നമ്മൾ മെയിൻ ക്ലാസ് കൊടുക്കണം, ഇല്ലാണ്ട് ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. അപ്പൊ ക്ലാസ് ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലാസ്സിനകത്തുള്ള ഡെഫിനിഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. ക്ലാസ് എന്നായിക്കാളും ഡിക്ലെയർ ചെയ്യണം, ക്ലാസ്സിന്റെ ഉള്ളിൽ കൊടുക്കാനുള്ള ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ മെയിൻ മെത്തേഡ് എന്താണോ അത് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാണ്ട് ജാവ പ്രോഗ്രാം വർക്ക് ആവില്ല. അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് വരുന്നത്. ഒന്ന് ഡോക്യുമെന്റേഷൻ ഓർ കമന്റ് സെക്ഷൻ, അത് സജസ്റ്റഡ് സെക്ഷൻ ആണ്, നമുക്ക് കൊടുക്കാം. ആ സെക്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ പ്രോഗ്രാം ഇപ്പൊ തുടങ്ങുമ്പോൾ എന്ത് പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാണ്ട് അതിനാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പാക്കേജ്, നമുക്ക് ആ പ്രോഗ്രാമിൽ ഇൻബിൽറ്റ് ആയിട്ട് വല്ല പാക്കേജ്, ഇൻബിൽറ്റ് അല്ലാണ്ട് അതിനകത്ത് വല്ല പാക്കേജസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വല്ല പാക്കേജസ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് പാക്കേജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ജാവയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ലേ, ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. സോറി, ജാവയ്ക്കകത്തല്ല, നമ്മൾ സിക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ലേ ഹെഡർ ഫയൽസ് ഒക്കെ, അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ എങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് നമുക്ക് സിക്കകത്ത് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, നമ്മൾ ജാവയ്ക്കകത്തത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്റർഫേസ് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇന്റർഫേസസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ക്ലാസ് ഡെഫിനേഷൻ, പിന്നെ മെയിൻ മെത്തേഡ്, അതിലാണ്ട് ജാവ പ്രോഗ്രാം വർക്ക് ആവില്ല. അതായത് നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അത് കമ്പൾസറി വേണം. ഇപ്പൊ ഒരു സം നോക്കുവാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ സം ഓഫ് പ്രോഗ്രാം ആണ്, രണ്ട് നമ്പേഴ്സിന് സം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കിവിടെ കമന്റ് സെക്ഷൻ ആയിട്ട് കൊടുക്കാം, സം ഓഫ് 2 numbers യൂസിങ് ജാവ. ഇങ്ങനെ കൊടുത്താൽ എന്തായി, കമന്റ് സെക്ഷനായി അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ സെക്ഷനായി. അപ്പൊ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് പാക്കേജ് ഉണ്ടോ എങ്കിൽ നമുക്ക് പാക്കേജ് ഇതിനകത്ത് കൊടുക്കാം, പാക്കേജ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് പാക്കേജ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇമ്പോർട്ട് എന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഒന്നും ഇമ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല, അപ്പൊ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. ഇനി ക്ലാസ് സമ്മ് കൊടുത്തു, അതിന്റെ
ഡെഫിനിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ക്ലാസ് സമ്മ് നമ്മൾ കൊടുത്തു, എന്നിട്ട് ഓപ്പൺ ചെയ്തു. മെയിൻ മെത്തേഡാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് അറേ, അത് കൊടുത്തു. അവിടെ നമ്മൾ ഇൻഡ് a equal to 10, അതായത് നമ്മൾ രണ്ട് ഇൻപുട്ട് ആയിട്ട് രണ്ട് വേരിയബിൾസ് എടുത്തേക്കുവാണ്, എയും ബിയും. സംഭവത്തിലുള്ള സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു, ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. ആ എയിലേക്ക് നമ്മൾ 10 കൊടുത്തു, ബിയിലേക്ക് നമ്മൾ 20 കൊടുത്തു. എന്നിട്ട് സമ്മ് എന്നും പറഞ്ഞ് 30 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ക്ലാസിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം എന്ന് പറഞ്ഞു കൊടുത്തു. ക്ലാസ് നെയിം എപ്പോഴും കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപ്സിലായിരിക്കണം, എന്ന് മറക്കരുത്. ക്ലാസിന്റെ നെയിം കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപ്സിലായിരിക്കണം. ഓക്കെ, ഓപ്പൺ ചെയ്തു. നമ്മുടെ മെയിൻ മെത്തേഡ്, ജാവയ്ക്കകത്തുള്ള മെയിൻ മെത്തേഡ് നമ്മൾ എഴുതി. നമ്മുടെ മെയിൻ മെത്തേഡ് ഇതാണ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args. ഇങ്ങനെ തന്നെ കൊടുക്കാമുള്ളൂ. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പബ്ലിക് ആയിരിക്കണം. ഈ മെത്തേഡ് എല്ലാവർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ആയിരിക്കണം, അതിനാണ് പബ്ലിക് കൊടുക്കുന്നത്. വോയിഡ് സ്റ്റാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് തന്നെ കോൾ ചെയ്യാം. സ്റ്റാറ്റിക് മെത്തേഡ്സ് എല്ലാം അങ്ങനെയാണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൾ ചെയ്യാൻ. പിന്നെ വോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ് ആണ്. അത് റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അപ്പൊ അത് ഓയിഡാണ്, ഒരു വാല്യൂ തിരിച്ച് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സ്ട്രിങ് അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്, അത് നമ്മൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എ ഈക്വൽ ടു 10 എന്നും പറഞ്ഞു കൊടുത്തു, ബി ഈക്വൽ ടു 20 എന്നും പറഞ്ഞു കൊടുത്തു, സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു, ഇനിഷ്യൽ വാല്യൂ കൊടുത്തു. കാരണം അതിനകത്തേക്ക് വേറെ വാല്യൂസ് ഒന്നും വരരുത്. സോറി, സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കണ്ടു, സമ്മിന്റെ വാല്യൂ എ പ്ലസ് ബി കണ്ടു. അപ്പൊ എയിൽ എന്തായിരുന്നു? 10 ആയിരുന്നു, ബിയിൽ 20 ആയിരുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്തൂടെ 30 എന്നുള്ളത് ആവും. അപ്പൊ സമ്മിന്റെ വാല്യൂ ഇവിടെ എന്താവും? 30 ആവും. എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ചെയ്യും, ജാവയ്ക്കകത്ത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സം ഈക്വൽ ടു, ഈ ഡബിൾ കോട്ട്സ് കൊടുത്തേക്കുന്ന അതേപടി നിങ്ങളുടെ ഔട്ട്പുട്ടിൽ വരും. അപ്പൊ എന്ത് വരും? സം ഈക്വൽ ടു എന്നുള്ളത് അതേപടി വരും, പ്ലസ് സമ്മിന്റെ സ്ഥാനത്ത് 30 എന്നുള്ള വാല്യൂ വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ കമ്പോണൻസ് ഓഫ് ജാവ പ്രോഗ്രാം വിത്ത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എ മെയിൻ മെത്തേഡ് ഇൻ ജാവ. എന്താണ് ജാവയ്ക്കകത്ത് മെയിൻ മെത്തേഡിന്റെ റോള്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args, അങ്ങനെ ചോദിക്കാം. ഒന്ന് റോൾ ഓഫ് മെയിൻ മെത്തേഡ്, എന്തിനാണ് മെയിൻ മെത്തേഡ് ജാവയ്ക്കകത്തുള്ളത്, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് അറേയുടെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ വൈ ഈസ് ദ മെയിൻ മെത്തേഡ് ഇൻ ജാവ ഇസ് ക്വാളിഫൈഡ് ആസ് പബ്ലിക് സ്റ്റാറ്റിക്. ഇവിടെ എന്തുകൊണ്ടാണ് അതിനെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡിന് കൊടുക്കാനുള്ള കാരണം, അങ്ങനെ എന്ത് വേണമെന്ന് ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏതിന്റെ ആൻസർ സെയിം ആണ്. ഫസ്റ്റ് വൺ, നമ്മുടെ ജാവ പ്രോഗ്രാമിന്റെ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് അറേ അത് എവിടെയുണ്ടോ അവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങളത് ലാസ്റ്റ് കൊണ്ട് എഴുതി വെച്ചാലും ആദ്യം കൊണ്ട് എഴുതി വെച്ചാലും ഇടയ്ക്ക് എഴുതി വെച്ചാലും അത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ജാവ പ്രോഗ്രാം റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അപ്പൊ എൻട്രി പോയിന്റ് ഫോർ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും. ഓക്കെ, ജാവ JVM ലുക്സ് ഫോർ മെയിൻ മെത്തേഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യുവർ പ്രോഗ്രാം. അപ്പൊ നമ്മുടെ JVM അല്ലെങ്കിൽ ജാവ വിർച്വൽ മെഷീൻ ആണ് JVM, നമ്മുടെ ജാവയ്ക്കകത്ത് ഇന്റർപ്രിറ്റർ ആണ്. അപ്പൊ JVM നോക്കുന്നത് തന്നെ എവിടെയാണ് പബ്ലിക് സ്റ്റാറ്റിക് മെയിൻ എന്നുള്ളത്, അവിടുന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി എന്താണ് പബ്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ, ഒരു റിട്ടേൺ ടൈപ്പും ഇല്ല, ഒന്നും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല. സ്ട്രിങ് അറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആസ് എ അറേ ഓഫ് സ്ട്രിങ്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിനെ അറേ ഓഫ് സ്ട്രിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഈ റീസൺ കൊണ്ട്, അതായത് പബ്ലിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ആയതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് അറേസിനാണ് പാസ് ചെയ്യുന്നത്. അതുപോലെ ഈ റീസൺ കൊണ്ടെല്ലാമാണ് നമ്മൾ എന്താക്കിയത്, റിട്ടേൺ ടൈപ്പ് ഇല്ല. ഈ റീസൺ കൊണ്ടെല്ലാം എന്നാണ് നമ്മൾ മെയിൻ മെത്തേഡിനെ എന്താക്കിയേക്കുന്നത്, എൻട്രി പോയിന്റ് ആണ്. അപ്പൊ ജാവ JVM നോക്കുന്നത് തന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എവിടെയാണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അതിനെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആയിട്ട് മെയിൻ മെത്തേഡിനെ നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വൈ ജാവ ഈസ് സെഡ് ടു ബി റോബസ്റ്റ്? എന്തുകൊണ്ടാണ് ജാവ റോബസ്റ്റ് ആണ് അല്ലെങ്കിൽ സെക്യൂർ ആണെന്ന് പറയാനുള്ള റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ജാവ നമുക്ക് എപ്പോഴും പറയാണ്ട് ജാവ റോബസ്റ്റ് ആണ്, റോബസ്റ്റ് ആണ്. അതിനകത്ത് ഊപ്സ് കൺസെപ്റ്റ് വരുന്ന ഒരു കാര്യമാണ് റോബസ്റ്റ് ആണെന്ന് പറയാൻ. വണ്ണ് അതുപോലെ ഒബ്ജക്റ്റ് വരുന്നുണ്ട്, ക്ലാസ് വരുന്നുണ്ട്, എൻക്യാപ്സുലേഷൻ വരുന്നുണ്ട്, റോബസ്റ്റ് വരുന്നുണ്ട്. ആ റോബസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ തന്നെ കുറെ കാരണം കൊണ്ടാണ് നമുക്ക് ജാവനെ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാം എന്ന് പറയുന്നതിന്റെ റീസൺസ് കുറെ ഉണ്ട്. ആ റീസൺ എല്ലാം ഉള്ളത് കൊണ്ടാണ് ജാവ റോബസ്റ്റ് ആയിട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, സ്ട്രോങ് മെമ്മറി മാനേജ്മെന്റ്. സ്ട്രോങ് മെമ്മറി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പൊ കുറെ നേരത്തേക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് കുറെ നേരത്തേക്ക് യൂസ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒബ്ജക്റ്റിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, മെമ്മറി ലൊക്കേഷൻ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അപ്പൊ ജാവ യൂസസ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ വിച്ച് മീൻസ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ഒബ്ജക്ട് ദാറ്റ് ആർ നോൺ ലോങ്ങർ ഇൻ യൂസ്. അതായത് കുറെ നേരത്തേക്ക് യൂസ് ചെയ്യാത്ത ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന സ്പേസ് റിമൂവ് ചെയ്ത് കളയും. പിന്നെ ദിസ് റെഡ്യൂസസ് ചാൻസസ് ഓഫ് മെമ്മറി ലീക്സ് and other memory-related errors common in languages like C or C++. അതായത് അപ്പൊ ഓട്ടോമാറ്റിക്കലി തന്നെ ആ സ്പേസ് റിമൂവ് ആവുന്നതുകൊണ്ട് തന്നെ മെമ്മറി ലീക്കേജ് അതുപോലെ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ മെമ്മറിയിൽ നമുക്ക് വേറൊരാൾക്ക് വേറൊരു ഒബ്ജക്റ്റിന് വേണ്ടി റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജാവയ്ക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ, സ്ട്രോങ് മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. സ്ട്രോങ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയാനുള്ള റീസൺ തന്നെ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? മെമ്മറീനെ, ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന മെമ്മറീനെ, ഒരു നേരത്തേക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന മെമ്മറീസിനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. നെക്സ്റ്റ് വൺ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാവയ്ക്കകത്ത് ഒരു സ്ട്രോങ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ട്. നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ട്രൈ ക്യാച്ച് ഫൈനലി ത്രോസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ. അപ്പൊ ജാവയ്ക്കകത്ത് ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻ മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ദാറ്റ് ഹെൽപ്സ് ഡെവലപ്പർ ടു ആന്റിസിപ്പേറ്റ് ആൻഡ് മാനേജ് റൺ ടൈം എറേഴ്സ് ഗ്രേസ്ഫുള്ളി. അപ്പൊ ഈസി ആയിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിവിഷൻ ബൈ സീറോ ഒക്കെ നമുക്ക് പോസിബിൾ അല്ല. ചിലപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ സീറോ ആയിട്ട് കൊടുത്തുപോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കാണിക്കും അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ക്യാച്ച് ഫൈനലി അതുപോലെ ത്രോസ് എന്നുള്ള കീവേഡ്സ് അല്ലെങ്കിൽ ആ മെക്കാനിസമാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. This prevents the program from crashing unexpectedly and allows for recovery from errors. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ക്രാഷസ് പ്രോഗ്രാം സ്റ്റോപ്പ് ആയിട്ട് നിൽക്കാണ്ട് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആരെയൊക്കെ ഒരു 10 സൈസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ 11ാമത് വാല്യൂ എൻ്റർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ സ്റ്റോപ്പായി സ്ട്രക്കായിട്ട് ക്രാഷ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഒരു ഇത് ജാവയ്ക്കകത്ത് വരില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സെപ്ഷനെ അരേ ബൗണ്ട്സ് ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ എക്സെപ്ഷൻ ഉണ്ട്, അത് വെച്ച് അതിനെ ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് സേഫ്റ്റി ആണ്. നമ്മൾ സ്ട്രോങ്ലി ടൈപ്പ് പ്രിഫേർഡ് ലാംഗ്വേജ് ആണ്. അതായത് ജാവ സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. മീൻസ് ബൈ നമ്മളൊരു സാധനത്തിന് ഇൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡ് ആയിട്ട് തന്നെ എടുക്കുകയുള്ളൂ. അതിനെ മാറ്റി വേറെ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ വേറെ ടൈപ്പിലേക്ക് അത് ചേഞ്ച് ചെയ്യില്ല. വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് വിത്ത് എ ടൈപ്പ് ആൻഡ് ടൈപ്പ് മിസ്മാച്ചസ് ആർ കോർഡിനേറ്റ് ടു കമ്പൈൽ ടൈം. എന്തെങ്കിലും ടൈപ്പ് മിസ്മാച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടുപിടിക്കും. ദിസ് റെഡ്യൂസസ് ബഗ്സ് ആൻഡ് എൻഷ്യൂർ മോർ പ്രെഡിക്റ്റബിൾ ബിഹേവിയർ. അപ്പൊ ബഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറേഴ്സ് തന്നെയാണ്. അങ്ങനെയുള്ള എറേഴ്സും എല്ലാം എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൽ കറക്റ്റ് എൻഷ്യൂർ നമ്മൾ എന്താണോ പ്രിഡിക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ ടൈപ്പ് സേഫ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഇൻഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്, നമ്മളത് ഇപ്പൊ ഡബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കത്തില്ല. ആ കൊടുത്തേക്കുന്ന ടൈപ്പ് എന്താണോ ഇൻഡിൽ കൊടുത്താൽ ഇൻഡിൽ തന്നെ എടുക്കുള്ളൂ, ഡബിളിൽ കൊടുത്താൽ ഡബിൾ തന്നെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എറർ നമുക്ക് കമ്പൈലർ അടിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, കമ്പൈൽ ടൈം ആൻഡ് റൺ ടൈം ചെക്സ് ഉണ്ട്. ജാവയ്ക്കകത്ത് കമ്പൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ ജാവാസി യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതുപോലെ റൺ ചെയ്യുമ്പോഴും എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ ജാവ പെർഫോം ബോത്ത് കമ്പൈൽ ടൈം ചെക്സ്
ലൈക്ക് സിൻടാക്സ് ആൻഡ് ടൈപ്പ് ചെക്കിങ്. അത് ടൈപ്പ് ചെക്കിങ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻറ്റ് കൊടുത്താൽ ഇൻറ്റ് ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഇൻറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻറ്റ് കൊടുത്താലും ആ പ്രശ്നം വരും. അപ്പൊ അങ്ങനെ സിൻടാക്സ് ടൈപ്പ് അതുപോലെ ടൈപ്പ് ചെക്കിങ് സിൻടാക്സ് ഉള്ള എറേഴ്സ് അങ്ങനെയുള്ള ടൈപ്പ് ചെക്കിങ് അല്ല, സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ ടൈപ്പ് ചെക്കിങ്ങും അല്ല എന്ത് ചെയ്യും, കമ്പൈൽ ടൈമിൽ ചെയ്യും. അത് റൺ ടൈമിൽ ആ റേസിലൊക്കെ ബൗൺസ് ചെക്കിങ് ആൻഡ് നൾ പോയിന്റർ ചെക്സ് ഒക്കെ നടത്തും. ബൗൺസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ സൈസ് കൂടിപ്പോയാൽ നമ്മൾ കൊടുക്കുന്നതിന്റെ സൈസ് കുറഞ്ഞു കൂടിപ്പോയൊക്കെ ചെയ്ത് കൂടിപ്പോയാൽ പ്രശ്നമാണ്. നമ്മൾ അതിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ആരെയാണ് ബൗൺസ് ഓഫ് അങ്ങനെയുള്ള എറേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കും. അതുപോലെ ദിസ് ചെക്സ് ഹെൽപ്പ് ക്യാച്ച് എറേഴ്സ് ആൻഡ് early prevent the common പ്രോഗ്രാമിംഗ് മിസ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റൺ ടൈം കമ്പൈൽ ടൈം രണ്ടും കമ്പൈൽ ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യാച്ചസ് എറേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ കോമൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് മിസ്റ്റേക്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് വൺ, നോ പോയിന്റേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജാവയ്ക്കകത്ത് പോയിന്റേഴ്സ് ഇല്ല. അപ്പോൾ പോയിന്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലംസും ജാവയ്ക്കകത്ത് വരുന്നില്ല. ഓക്കെ, അൺലൈക്ക് C++, ജാവ ഡസ് നോട്ട് സപ്പോർട്ട് ഡയറക്റ്റ് പോയിന്റർ മാനിപ്പുലേഷൻ. പോയിന്റർ മാനിപ്പുലേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പോയിന്റർ അരിത്തമെറ്റിക് എറേഴ്സും ബഫർ ഓവർഫ്ലോയും അൺഓതറൈസ്ഡ് മെമ്മറി ആക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ എന്താത്തില്ല, ജാവയ്ക്കകത്തില്ല. കാരണം അതിൻ്റെ അകത്ത് പോയിന്റേഴ്സ് ഇല്ല. അവിടെ മോർ സ്റ്റേബിൾ ആണ്. പോയിന്റേഴ്സ് വരുമ്പോഴാണ് നമ്മളിപ്പോൾ മെമ്മറി ആക്സസിങ് പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിങ് ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കതിനെ മോർ സേഫ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള സിക്കകത്താണെങ്കിൽ പോയിന്റേഴ്സ് വരുന്നുണ്ട്. ആ പോയിന്റേഴ്സ് വരുമ്പോൾ ഉള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ജാവയ്ക്കകത്തില്ല. കാരണം ജാവയ്ക്കകത്ത് പോയിന്റേഴ്സേ ഇല്ല. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്നാന്ന് പറയാനുള്ള കാരണം JVM ഉള്ളത് കൊണ്ടാണ്. ഓരോ പ്ലാറ്റ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ OSനും സെപ്പറേറ്റ് JVM ഉണ്ട്. ഇപ്പൊ ഉബുണ്ടു കൊടുക്കുകയാണെങ്കിൽ ഉബുണ്ടുവിന് JVM ഉണ്ട്, സെപ്പറേറ്റ് ആണ്. ഉബുണ്ടുവിന് JVM കൊടുക്കുന്നുണ്ട്, വിൻഡോസിന് JVM കൊടുക്കുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ആ JVM വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബൈറ്റ് കോഡ് ആണ് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ബൈറ്റ് കോഡാണ് കിട്ടുന്നത്. ആ ബൈറ്റ് കോഡിനെ എടുത്തിട്ട് പോയിട്ട് ഓരോ JVM സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പ്ലാറ്റ്ഫോമിൽ കിടന്ന് വർക്ക് ആയിക്കോളും. അപ്പൊ ആ JVM വെച്ചിട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ജാവ പ്രോഗ്രാം റൺസ് ഓൺ ദി ജാവ വിർച്വൽ മെഷീൻ JVM-ലാണ് റൺ ചെയ്യുന്നത്. ദിസ് റെഡ്യൂസ് ദ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ബഗ്സ് ആൻഡ് മേക്സ് ജാവ ആപ്ലിക്കേഷൻസ് മോർ പോർട്ടബിൾ ആൻഡ് റിലയബിൾ അക്രോസ് ഡിഫറെന്റ് സിസ്റ്റംസ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെസിഫിക് എൻവയോൺമെന്റിൽ വെച്ചിട്ടാണ് ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ടുള്ള ബഗ്സും അതുപോലെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ജാവയ്ക്കകത്ത് ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവ റോബസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ. അപ്പൊ ആ 6 റീസൺ വെച്ചിട്ടാണ് നമ്മൾ ജാവ റോബസ്റ്റ് എന്ന് പറഞ്ഞത്. ഒന്ന്, പോയിന്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്യൂർ ആണ്. അതുപോലെ മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പൈൽ ടൈം റൺ ചെയ്യാൻ ചെക്കിംഗ് ഉണ്ട്, ടൈപ്പ് സേഫ്റ്റി ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ജാവ പ്രോഗ്രാം റോബസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.